കേരളത്തിലെ നഗരങ്ങളിൽ ഓൺലൈൻ ടാക്സി ആപ്പുകൾ വന്നപ്പോൾ യാത്രക്കാർക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. തുടക്കത്തിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ മലയാളികൾക്ക് സുപരിചിതമായി മാറുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എന്ന് വേണ്ട സകലയിടത്തും ഓട്ടോ ഡ്രൈവർമാരുമായി കൂലിക്ക് വേണ്ടി തർക്കിക്കേണ്ടി വന്നിരുന്നൊരവസ്ഥക്ക് അതോടെ ഒരു മാറ്റവും ഉണ്ടായി. യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്ര രൂപയാകും ട്രിപ്പിന് എന്ന് ഫോണിൽ കൃത്യമായി കാണിച്ചിരുന്നതിനാൽ യാത്രക്കാർക്ക് തങ്ങളുടെ ചെലവുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് യൂബർ, റാപ്പിഡോ തുടങ്ങിയ ഓൺലൈൻ ടാക്സികൾക്ക് സർക്കാർ ഔദ്യോഗിക അനുമതി നൽകിയതോടെ നഗരങ്ങളിലെ ഭൂരിഭാഗം ഓട്ടോ തൊഴിലാളികളും ഈ ആപ്പുകളുടെ ഭാഗമായി മാറി. എന്നാൽ ആദ്യമൊക്കെ നന്നായി പോയിരുന്ന അല്ലെങ്കിൽ വലിയൊരു വിപ്ലവമായി തോന്നിയ ഈ മാറ്റം ഇന്ന് യാത്രക്കാരെ കൊള്ളയടിക്കുന്ന മറ്റൊരു ആപ്പായി മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ടാക്സികളുടെ ഏറ്റവും വലിയ പ്രത്യേകത സുതാര്യമായ യാത്രാ നിരക്കായിരുന്നു. നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന യാത്രാ പാക്കേജ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു. ഓട്ടോ വേണോ, ചെറിയ കാർ വേണോ, സെഡാൻ വേണോ, അല്ലെങ്കിൽ പ്രീമിയം കാർ വേണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ പുതിയ ചില മാറ്റങ്ങളിലൂടെ ആ സുതാര്യത നമുക്കിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ ആപ്പ് കാണിക്കുന്ന അടിസ്ഥാന നിരക്കിൽ തന്നെയാണ് നമ്മളത് ബുക്ക് ചെയ്യുന്നതെങ്കിൽ കുറേ നേരത്തേക്ക് ഒരു വണ്ടിയും വരില്ല. വരാൻ ഭൂരിഭാഗം ഡ്രൈവർമാരും തയ്യാറാകുന്നില്ല എന്നതും ശരിയായിരിക്കും. അതിന് പകരം നമ്മൾ 20 രൂപയോ 40 രൂപയോ 60 രൂപയോ ഒക്കെ അധികമായി നൽകാൻ തയ്യാറാണെങ്കിൽ ഡ്രൈവർമാർ സവാരി ഉടനെ സ്വീകരിക്കും. ഒരു പുതിയ തന്ത്രമാണ് ഇപ്പോൾ ഈ ആപ്പുകൾ നടപ്പിലാക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഈ പ്രവണത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഈ ആപ്പ് കാണിക്കുന്ന നിരക്ക് 100 രൂപയാണെങ്കിൽ ആ തുകക്ക് വരാൻ ആരും പെട്ടെന്ന് തയ്യാറാകില്ല. നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ കൂടുതൽ തുക നൽകാനുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആ യാത്ര ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനാവുകയാണ്. ഈ അധിക തുക പൂർണ്ണമായും അതിന്റെ ഡ്രൈവർമാർക്കാണ് ലഭിക്കുന്നത്. ഇന്ധന വിലവർധനവും ജീവിത ചെലവുകളും ഓൺലൈൻ കമ്പനികൾ ഈടാക്കുന്ന വലിയൊരു കമ്മീഷനും കാരണം നട്ടം തിരിയുന്ന തങ്ങൾക്ക് ഈ തുക വലിയൊരു ആശ്വാസമാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഭാരവും സാധാരണക്കാരായ യാത്രക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ഒഴിവാക്കാൻ, ഈ കൊള്ളയ്ക്ക് വഴങ്ങിക്കൊടുക്കാൻ നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോൾ നിർബന്ധിതരാകുകയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ പെടാതെ വളരെ കുറഞ്ഞ ചെലവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഏറ്റവും അനുയോജ്യമായത് ബൈക്ക് ടാക്സികളാണ്. ഒരു കാറോ ഓട്ടോയോ വിളിക്കുന്നതിനേക്കാൾ വളരെ ലാഭമാണ്. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ ബൈക്ക് ടാക്സികളായി ഓടുന്നത് മോട്ടോർ വാഹന വകുപ്പിന് തലവേദനയായി മാറുകയാണ്. ടാക്സി പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ MVD പരിശോധന ശക്തമാക്കുകയും ചെയ്തിരുന്നു. യൂബറിലും മറ്റൊരു ഓൺലൈൻ സംവിധാനമായ റാപ്പിഡോയിലുമൊക്കെ ഈ അധിക ചാർജിന്റെ കാര്യം വ്യക്തമായി അറിയാൻ കഴിയും. ചില സമയങ്ങളിൽ ഈ അധിക ചാർജ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സവാരി കിട്ടുകയുള്ളൂ. പഴയ ഓട്ടോക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ആപ്പുകളും ചെയ്യുന്നത് അതേ പണി തന്നെയാണ്. ഒന്നുകിൽ ഈ ടിപ്പ് ഉൾപ്പെടെയുള്ള ചാർജ് ആദ്യമേ തന്നെ കാണിക്കുക. അപ്പോൾ ഒന്നുകിൽ ഈ ആപ്പ് വഴിയുള്ള ഓൺലൈൻ ടാക്സി യാത്ര ഒഴിവാക്കുകയോ അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ ചാർജുള്ള മറ്റുള്ള ആപ്പുകളെ ആശ്രയിക്കുകയോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ യൂബറിനൊപ്പം റാപ്പിഡോ, കേരള സവാരി എന്നിങ്ങനെയുള്ള ആപ്പുകളുണ്ട്. ഏതാണ്ട് ഒരേപോലെയാണ് ഇത് മൂന്നിലും ചാർജുകൾ ഉള്ളത്. എന്നാൽ ഡ്രൈവർമാരിൽ നിന്നും വാങ്ങുന്ന കമ്മീഷൻ വ്യത്യസ്തമായിരിക്കും. യാത്രക്കാർക്ക് പ്രതീക്ഷ ഇനി വരാനിരിക്കുന്ന ഭാരത് ടാക്സിയിലാണ്. ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ തയ്യാറാകുന്ന ഈ യാത്രാ പദ്ധതി വരുന്നതോടെ കമ്പനികളുടെ കമ്മീഷൻ ഇല്ലാത്ത രീതിയിൽ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഒരേപോലെ ലാഭകരമായ നിരക്കുകളും ലഭ്യമാകും എന്നാണ് പറയുന്നത്.